അരുൺകുമാർ, ഞങ്ങൾക്ക് യാതൊരു മത്തു പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആ ആശങ്ക കേരളത്തിന്റെ രാഷ്ട്രീയം ബി ജെ പിക്ക് വല്ലാത്തൊരു ഇടം നൽകുന്ന രീതിയിലേക്ക് CPM ബി ജെ പിയെ സഹായിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്ലാൻ, ആ പ്ലാൻ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മുഴുവൻ ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. CPMന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡിൽ പോലും ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. 18 സീറ്റ് ഞങ്ങൾ ജയിച്ചു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തെ മാറ്റുന്ന രീതിയിൽ ഒരു ബംഗാളിന്റെ ഒരു കർട്ടൻ റൈസറായിട്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മാറുന്നുണ്ടോ എന്നുള്ള വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങൾ, ശ്രീ അനിൽകുമാറും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പറഞ്ഞ കാര്യങ്ങൾ സാധാരണ മനുഷ്യർ പോട്ടെ, ആലപ്പുഴയിലെ G സുധാകരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? ആലപ്പുഴയിലെ ശ്രീ G സുധാകരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വാദങ്ങളാണോ പിണറായി വിജയൻ നിയമസഭയിലും ശ്രീ അനിൽകുമാർ ഇന്ന് ഈ ചർച്ചയിലും പറയുന്നത്? തൃശ്ശൂരെ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സുനിൽകുമാർ പറയുകയാണ് BJPക്ക് വേണ്ടി അവിടെ തൃശ്ശൂർ പൂരം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. തൃശ്ശൂർ മേയർക്ക് അതിൽ വലിയ പങ്കുണ്ട്, മേയറെ മാറ്റണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണോ? അല്ലല്ലോ, സുനിൽകുമാറാണ്. അപ്പോ കേരളത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടം മുതൽ ഇപ്പോൾ വരെയുള്ള സംഭവ വികാസങ്ങളെ മനസ്സിലാവും. അവിടെയാണ് ഞങ്ങൾക്ക് ആശങ്കയായി മാറുന്നത്. ഗുരുവായൂരിൽ നിങ്ങൾക്ക് 8000 വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ്? കോൺഗ്രസിന് BJP CPM ബന്ധം ഉള്ളത് കൊണ്ടാണോ? മണലൂരിൽ നിങ്ങൾക്ക് 13000 വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ്? CPM BJP ബന്ധമുള്ളത് കൊണ്ടാണോ? ഒല്ലൂരിൽ 16000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞത് CPM BJP ബന്ധമുള്ളത് കൊണ്ടാണോ? തൃശ്ശൂരിൽ 15000 വോട്ട് കുറഞ്ഞത് BJP CPM ബന്ധമുള്ളത് കൊണ്ടാണോ? നാട്ടികയിൽ 14000, ഇരിങ്ങാലക്കുടയിൽ 11000, പുതുക്കാട് 14000 വോട്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് CPM BJP ബന്ധമുള്ളത് കൊണ്ടാണോ? അരുൺകുമാർ, ഈ പണ്ട് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഓരോ ധാന്യത്തിലും അത് കഴിക്കുന്നവന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ടാവുന്നുള്ളൂ. എന്തായാലും വോട്ടിൽ അങ്ങനെ പേര് കൊത്തിവെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞുകൊണ്ട് ആ വോട്ടുകളെല്ലാം മറ്റൊരു സ്ഥാനാർത്ഥിക്കാണ് പോയത് എന്നുണ്ടാക്കുന്ന നിഗമനം ആ പരാജയത്തിൽ നിന്നുള്ള ഉത്തരവാദിത്വം മാറാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് വോട്ടിന്റെ ഫ്ലോ ഉണ്ടായതെന്നും എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയം വർക്കൗട്ട് ചെയ്തതെന്നും വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് തൃശ്ശൂരിനെ ഒറ്റപ്പെടുത്തി കാണാൻ കഴിയില്ല. ഈ സംസ്ഥാനത്ത് മുഴുവൻ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മന്ത്രിമാരിരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ CPMന്റെ വോട്ട് പോയില്ലേ? BJP 1-ാം സ്ഥാനത്തെത്തിയില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അണികൾക്കും അനുഭാവികൾക്കും CPM നൽകിയ രാഷ്ട്രീയ സന്ദേശം എന്താ? ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPക്കെതിരെ ഒരു പോരാട്ടം നടത്തിയോ? BJPക്കെതിരെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉണ്ടായിരുന്നോ? അരുൺകുമാർ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയൂ. പ്രസ്താവന യൂണിഫോം സിവിൽ കോഡിനെതിരായ പ്രതിഷേധം ആർക്കെതിരെയായിരുന്നു? ഞാൻ പറയാം അതിലേക്കാണ് ഞാൻ വരുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉന്നയിച്ചത് BJPക്കെതിരെയായിരുന്നോ? അല്ല, പകരം പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിച്ചത് കോൺഗ്രസിന്റെ പൗരത്വം ചോദ്യം ചെയ്യാനാണ്. കോൺഗ്രസിനെതിരെ ആ വികാരം തിരിച്ചുവിടാൻ വേണ്ടി മാത്രമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം ഉന്നയിച്ചത്. അതല്ലാതെ എവിടെയാണ് BJPക്കെതിരെ സംസാരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികൾ ആണെന്ന് പറഞ്ഞതാരാ? ഏതെങ്കിലും CPMന്റെ സാധാരണ അണിയാണോ? ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ പറയുകയാണ് BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്ന് പറയുക മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് EP ജയരാജന്റെ ഉൾപ്പെട്ടിട്ടുള്ള BJPയുമായി ബന്ധം ഉൾപ്പെട്ടിട്ടുള്ള കഥകൾ പുറത്തേക്ക് വന്നു. BJPയും CPMുമായിട്ട് രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയതും EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അരുൺകുമാർ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും ഒരു മികച്ച മാധ്യമപ്രവർത്തകനാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ EP ജയരാജൻ വന്ന് ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നും അത് ഒരു മനുഷ്യനാർക്കും ദഹിക്കാത്ത ഒരു വാദവും പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ നീക്കമല്ല എന്ന് അരുൺകുമാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ആ സമയത്ത് നടത്തേണ്ടതിന്റെ കാര്യം എന്തായിരുന്നു? പക്ഷേ നേതാവാണ്. ഇല്ല, ഞാൻ പറയട്ടെ.
അവിടെ വെച്ചിട്ട് ആ ദിവസം അച്യുതാനന്ദൻ കെ രമയെ കണ്ട ഒരു സാഹചര്യത്തോട് ഉപമിക്കത്തക്ക രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായക സമയത്ത് വോട്ടിംഗ് തുടങ്ങുമ്പോൾ അവിടെ BJPയും CPMും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം കൃത്യമായിട്ട് താഴത്തേക്കുള്ള മെസ്സേജ് ആയിരുന്നു. ശരി, മറുപടി ഞാനൊരു ഇടവേളയ്ക്ക് പോയി വരാം. അതിനുശേഷം ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണ്. അൽകുമാർ സൂചിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അൽകുമാർ മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ശരി, പറഞ്ഞോളൂ, തീർത്തോളൂ. അരുൺ 30 സെക്കൻഡ് ഞാനിത് പറഞ്ഞു തീർത്തോട്ടെ. ആ EP ജയരാജനെ തള്ളിയ പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സമിതി കൂടിയപ്പോ EP ജയരാജനെ തള്ളിയില്ലല്ലോ. എന്താ EP ജയരാജനെ തള്ളാഞ്ഞു? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഇടതുമുന്നണിയുടെ കൺവീനറെ എന്തിനു പിണറായി വിജയൻ സംരക്ഷിച്ചു? അപ്പോൾ വളരെ കൃത്യമാണ്, അജണ്ട കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് സുധാകരന് പോലും ബോധ്യപ്പെടുത്താതെയായിട്ട് ഈ വാദ്യം മാറുന്നത്. അതുകൊണ്ടാണ് CPMന്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴിയത്. അതുകൊണ്ടാണ് കേരളം പറയുന്നത് ബംഗാളിന്റെ തനിയാവർത്തനം ബംഗാളും ത്രിപുരയും ആവർത്തിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.